നമസ്കാരം. ബംഗാളിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സുവേന്ദു അധികാരി ബംഗാൾ വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് സുവേന്ദു അധികാരി അധികാരമേറ്റിരിക്കുന്നത്. നന്ദിഗ്രാമിൽ മമതയെ മുട്ടുകുത്തിച്ച ആ പഴയ പോരാളി ഇന്ന് കാവിപ്പടയുടെ കരുത്തുമായി ബംഗാൾ ഭരണകൂടത്തിന്റെ സിരകളിലേക്ക് പടരുകയാണ്. മമത ഇനി എന്ത് ചെയ്യും? അവർക്കിനി എങ്ങോട്ട് ഓടാനാകും? ബംഗാൾ കാവ്യണിയാൻ പോവുകയാണ്. ഒരു കാലത്ത് തൃണമൂലിന്റെ വലങ്കൈയായിരുന്ന സുവേന്ദു ഇന്ന് മമതയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സുവേന്ദുവിനെ മമത ഇത്രത്തോളം ഭയക്കുന്നത്? ഉത്തരം ലളിതമാണ്. ബംഗാളിന്റെ മണ്ണും മണവും അറിയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് സുവേന്ദു. അദ്ദേഹം ഇന്ന് അധികാരമേറ്റപ്പോൾ അത് വെറുമൊരു പദവി മാത്രമല്ല, ബംഗാളിലെ ലക്ഷക്കണക്കിന് BJP പ്രവർത്തകരുടെ വിജയം കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ നേരിട്ട് പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ സുവേന്ദു തെളിയിച്ചതാണ് ദീദി ഇനി ബംഗാളിന്റെ അനിഷേധ്യ നേതാവല്ല എന്നത്. ഇന്ന് അദ്ദേഹം ഭരണത്തിന്റെ നിർണായക സ്ഥാനത്തേക്ക് വരുമ്പോൾ തൃണമൂലിന്റെ അഴിമതിയും ഗുണ്ടാ വിളയാട്ടവും അവസാനിക്കാനുള്ള സമയമായി കഴിഞ്ഞു. സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത വാർത്ത പുറത്തു വന്നതോടെ തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് പടരുന്നത്. മമതാ ബാനർജിക്ക് അറിയാം സുവേന്ദുവിനെ ബംഗാൾ ഗ്രാമങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത്. അക്രമത്തിലൂടെയും കള്ള വോട്ടിലൂടെയും ഭരണം പിടിക്കുന്ന തൃണമൂൽ തന്ത്രങ്ങളിനി സുവേന്ദുവിനോട് നടപ്പില്ല. സുവേന്ദു അധികാരമേറ്റത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയുധമാണ്. വികസനം മുരടിപ്പിച്ച കേന്ദ്ര പദ്ധതികൾ തടഞ്ഞുവെച്ച മമതയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇനി സുവേന്ദുവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം നടക്കും. മമതയുടെ പാളയത്തിൽ നിന്ന് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ബംഗാൾ ഇന്ന് നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. വ്യവസായങ്ങളില്ല, തൊഴിലില്ലായ്മ രൂക്ഷം, അതിലുപരി ഭീകരവാദത്തിനും നുഴഞ്ഞുകയറ്റത്തിനും മമത സർക്കാർ കുട പിടിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കാൻ സുവേന്ദു അധികാരിയെപ്പോലുള്ള കരുത്തരായ നേതാക്കൾ അനിവാര്യമാണ്. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും സുവേന്ദുവിൻ്റെ പ്രാദേശിക സ്വാധീനവും ചേരുമ്പോൾ ബംഗാൾ സോനാ ബംഗ്ല, സ്വർണ്ണ ബംഗാളായി മാറാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. ഓരോ BJP പ്രവർത്തകനും അഭിമാന നിമിഷമാണിത്. ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയുടെ തകർച്ച പൂർണ്ണമാകുന്ന ഒരു പുതിയ യുഗപ്പിറവിക്കാണ് സുവേന്ദു അധികാരിയുടെ ഈ അധികാരമേൽക്കലിലൂടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞ മാത്രമല്ല, വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിട്ട അക്രമ രാഷ്ട്രീയത്തിനും അഴിമതിക്കും അടിച്ചമർത്തലിനുമെതിരെ BJP നടത്തുന്ന പോരാട്ടത്തിന്റെ അന്തിമ വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് കൂടിയാണ്. നന്ദിഗ്രാമിലെ മണ്ണിൽ മമതയെ നേരിട്ട് പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ ബംഗാളിന്റെ വികാരം സുവേന്ദുവിന് ഒപ്പമാണെന്ന് വ്യക്തമായതാണ്. ഇനിയും കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന തൃണമൂൽ ഭരണകൂടത്തിന് ജനങ്ങൾ നൽകുന്ന അവസാന താക്കീതായി ഈ നീക്കത്തെ കാണാം. ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാൻ ഈ സന്ദർഭം കൃത്യമായി വിനിയോഗിക്കാം. മമതയുടെ ഭരണം ബംഗാളിനെ ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും നുഴഞ്ഞു കയറ്റക്കാരുടെ താവളത്തിലേക്കും തള്ളിയിട്ടപ്പോൾ സുവേന്ദുവിൻ്റെ നേതൃത്വത്തിൽ BJP വാഗ്ദാനം ചെയ്യുന്നത് നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നത് തടഞ്ഞുവെച്ച മമതയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഓരോ BJP പ്രവർത്തകനും ഇന്ന് ആഘോഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ തൃണമൂൽ ക്യാമ്പുകളിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഭാവിയുള്ളിടത്ത് സത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലാണ് എന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് പോലും ബോധ്യമായി കഴിഞ്ഞു. ബംഗാൾ തിരിച്ചുപിടിക്കാനുള്ള ഈ ദൗത്യത്തിൽ സുവേന്ദു അധികാരിയുടെ ഓരോ നീക്കവും ജനങ്ങൾക്ക് ആവേശം പകരുന്നതാണ്. തൃണമൂലിൻ്റെ ഗുണ്ടാരാജിന് അന്ത്യം കുറിച്ചുകൊണ്ട് വിവേകാനന്ദൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ആ പഴയ ബംഗാളിനെ തിരികെ കൊണ്ടുവരാൻ സുവേന്ദു തുടങ്ങിക്കഴിഞ്ഞു. ഇത് മാറ്റത്തിൻ്റെ സമയമാണ്. ഇത് സുവേന്ദുവിൻ്റെ കാലമാണ്. ഇത് BJPയുടെ മുന്നേറ്റമാണ്. അധികാരത്തിന് വേണ്ടി ബംഗാളിനെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ട മമതാ ബാനർജിക്ക് സുവേന്ദു അധികാരിയുടെ ഈ ഒരു പുതിയ കരുത്ത് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്രയും കാലം നടത്തിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇനി സുവേന്ദുവിനെ പോലൊരു ജനകീയ നേതാവിന് മുന്നിൽ വിലപ്പോവില്ലെന്ന് ദീദിക്ക് നന്നായിട്ടറിയാം. ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാൻ കേന്ദ്രത്തോട് കലഹിക്കുന്ന മമതയുടെ തറവേലകൾക്ക് ബംഗാളിൻ്റെ മണ്ണിൽ ഇനി ആയുസ്സുണ്ടാകില്ല. തോൽവി ഭയന്ന് അണികളെ വിട്ട് അക്രമം അഴിച്ചുവിടുന്ന മമതയുടെ ഈ പഴയ തന്ത്രങ്ങൾ സുവേന്ദുവിൻ്റെ രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിൽ തകർന്നടിയുകയാണ്. പശ്ചിമ ബംഗാളിനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ഒരു ഭരണാധികാരി എന്ന നിലയിലാകും
ചരിത്രം മമതയെ രേഖപ്പെടുത്തുക. എന്നാൽ ആ നാടിനെ വീണ്ടെടുത്ത നായകനായി സുവേന്ദു അധികാരി ഉയർന്നു നിൽക്കുകയും ചെയ്യും. മമതയുടെ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഇതിലും മികച്ചൊരു അവസരം ഇനി വരാനില്ല. ബംഗാളിനെ അഴിമതിയുടെയും അക്രമത്തിൻ്റെയും കൂത്തരങ്ങാക്കി മാറ്റിയ മമതാ ബാനർജിക്ക് കാലം കരുതി വെച്ച നീതി നടപ്പിലാക്കാൻ പോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അധികാരത്തിൻ്റെ തണലിൽ എന്തും ചെയ്യാമെന്ന മമതയുടെ അഹങ്കാരത്തിന് ജനകീയ കോടതി നൽകുന്ന കടുത്ത ശിക്ഷയായിരിക്കും സുവേന്ദു അധികാരിയുടെ ഈ തേരോട്ടം. ശാരദ നാരദ ചിട്ടി തട്ടിപ്പുകൾ മുതൽ റേഷൻ അഴിമതിയും അധ്യാപക നിയമന കോഴയും വരെ ബംഗാളിലെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ച ഓരോ പാപത്തിനും മമത മറുപടി പറയേണ്ടി വരും. കേന്ദ്രം നൽകുന്ന പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ പോലും സ്വന്തം പാർട്ടി ഗുണ്ടകൾക്ക് വീതം വെച്ച് നൽകിയ മമതയുടെ ഭരണകൂടം ബംഗാളിനെ ഒരു ദശാബ്ദം പിന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ചും ദേശവിരുദ്ധ ശക്തികൾക്ക് തണലൊരുക്കിയും മമത നടത്തിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇന്ന് ബംഗാളിന്റെ സമാധാനം കെടുത്തിയിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP പ്രവർത്തകരെ വേട്ടയാടാനും കൊന്നെടുക്കാനും മമത നൽകിയ മൗനാനുവാദം ഇനി നടപ്പിലാകില്ല. നിയമവും നീതിയും സുവേന്ദുവിന്റെ കരുത്തിലൂടെ ബംഗാളിൽ തിരിച്ചെത്തുമ്പോൾ ഇത്രയും കാലം മമത നടത്തിയ ഓരോ ജനദ്രോഹ നടപടിക്കും അവർ അർഹിക്കുന്ന ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ അവസാന നാളുകളിൽ നിൽക്കുന്ന മമതയ്ക്കിനി രക്ഷപ്പെടാൻ വഴികളില്ല. കാരണം അവർ തകർത്ത് കളഞ്ഞ ബംഗാളിലെ സാധാരണക്കാരുടെ ശാപം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മമതയുടെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയിലൂടെ പുതിയ നീതി ബംഗാളിൽ ഉദിക്കുകയാണ്. ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം കാവ്യമയമാവുകയാണ് എന്നതിൻ്റെ കൃത്യമായ വിളംബരമാണ് സുവേന്ദു അധികാരിയുടെ ഈ അധികാരമേൽക്കൽ. മമതയുടെ തകർച്ചയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഓരോ BJP പ്രവർത്തകനും ഇന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു. അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾ സുവേന്ദുവിനൊപ്പം അണിചേരുമ്പോൾ അത് പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമാവുകയാണ്. വരാനിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും തൃണമൂലിൻ്റെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുമെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബംഗാൾ വികസനത്തിൻ്റെ പാതയിൽ കുതിച്ചു കയറുമെന്നും ഉറപ്പാണ്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും, വിജയക്കൊടി പാറിക്കുന്നതുവരെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.